ഹലോ ഗായ്സ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വാട്ട്സ് ഇൻസൈഡ് മൈ കോളേജ് ബാഗ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ്. ആൻഡ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. എന്നിട്ട് അത് ഞാൻ എന്താ പറയുക മൺഡേ ഓർ വെനസ്ഡേക്കുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വാട്ട്സ് ഇൻ മൈ ബാഗ്. സോ ഇതാണ് ബാഗ്. ഈ ഒരു ബാഗ് ഗിഫ്റ്റ് കിട്ടിയതാണ്. ആൻഡ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗാണ്. സോ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗ് ആയതുകൊണ്ട് തന്നെ ഐ വാണ്ട് ടു ബി സോ മച്ച് ടു ദാറ്റ്. ആൻഡ് ഈ ഒരു ബാഗ് ആയിരിക്കും ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി. ഈ ഒരു ബാഗിൻ്റെ ഇതൊന്നും ഞാൻ ഊരിയിട്ടില്ല. ഇതൊക്കെ ഞാൻ നേരെ റൂമിൽ ചെന്നിട്ട് ഒറ്റ സിസേഴ്സ് ഒരു ഒറ്റ വെട്ട് മൊത്തം നേരെ ഡസ്റ്റ്ബിന്നിലേക്ക് പോകും. ഓക്കെ, സോ ഇതാണ് ഞാൻ കോളേജിൽ കൊണ്ടുപോകാൻ പോകുന്ന ബാഗ്. ആൻഡ് ഈ ഒരു ബാഗിൽ മൊത്തവും ഇവിടെ ഒരു അറയുണ്ട്. ഇവിടെ ഒരു അറയുണ്ട്. ഇത് ഒരു അറയാണ്. ഓക്കെ, അടച്ചു. അടുത്തത് ഇവിടെ നടുക്കൊരു അറയുണ്ട്. അപ്പൊ ഇതാണ്. ആൻഡ് ഫൈനലി ഈ ഒരു മുകളിലത്തെ ഈ ഒരു അറയിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. സോ ഇതാണ് കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ്. സോ ഒരു ബാഗിന്റെ ഒരു ബാഗ് സാധനങ്ങൾ ഇപ്പം ഈ ഒരു വാക്കിയാണ് ഇപ്പൊ നിലവിൽ എല്ലാ സാധനവും വെച്ചിട്ടുള്ളത്. ഞാനത് ഈ ഒരു വീഡിയോ തന്നെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്കിനി വാട്ട്സ് ഇൻസൈഡ് മൈ ബാഗ് ആണ്. കണ്ടു, ബാഗിനകത്ത് ഞാൻ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് എടുക്കാം. സോ ഇത് പൗച്ചാണ്. ആൻഡ് ഈ ഒരു പൗച്ചിനകത്ത് ഞാൻ ഷേപ്നർ പിൻ, ഇവിടെ ഷേപ്നർ ഉണ്ട്, അതിന്റെ പിൻ ഇല്ല. സോ ഞാൻ ഷേപ്നർ പിൻ വാങ്ങിച്ചു. ഇതാണ് ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന പൗച്ച്. കോളേജിൽ കൊണ്ടുപോകും. കോളേജില് പൗച്ചായിട്ട് എല്ലാ സാധനവും വെച്ചേക്കും. പേന മാത്രം എടുക്കണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. പൗച്ചപ്പൊരു ബാഗ്, സ്കൂളിൽ ഞാൻ പൗച്ചപ്പൊരു ബാഗിനകത്ത് ഇട്ട് ചെയ്യും. കാരണം പൗച്ചാണ് എവിടെയെങ്കിലും കാണാതായി പോയാൽ പിന്നെ നമ്മൾ അത് അപ്പം ഇതാണ് പൗച്ച്. ഈ ഒരു പൗച്ചിലുള്ള പേപ്പേഴ്സ് ഞാൻ കളഞ്ഞു കേട്ടോ. അതാണ് ഈ കാറ്റത്ത് പറക്കുന്നത്. ഇപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, പക്ഷെ മൈക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഫാനിന്റെ സൗണ്ട് അറിയാൻ പറ്റുന്നില്ല. സോ ഇത് ഷേപ്നർ പിൻ. സോ പൗച്ച് തക്കാലം ഇവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് ഫോട്ടോ എടുക്കാം. ഇനി അടുത്തത് നമുക്കറിയാം, ഇപ്പൊ മൺസൂൺ കാലമാണ്. ചില ജില്ലകളിൽ മഴയുണ്ട്, ചില ജില്ലകളിൽ മഴ പെയ്യുന്നു. ഇവിടൊക്കെ മഴ പെയ്യും, കുറച്ചു നേരം ഒന്ന് ശക്തമായിട്ട് പെയ്യും, അത് കഴിഞ്ഞ് നിൽക്കും. ഇത് റെയിൻ കോട്ടാണ്. മറ്റേ കോട്ടും പാന്റും ഉള്ള റെയിൻ കോട്ടാണ്. സോ റെയിൻ കോട്ടിന്റെ ഈ ബാഗ് ഞാൻ വെക്കൂല. കാരണം ലൈസൻസ് എല്ലാം കിട്ടി ഇവിടെ അടുത്തുള്ള ഭാഗത്തെല്ലാം ഓട്ടിച്ച ശേഷം മാത്രമേ ഞാൻ കോളേജിൽ വണ്ടിയിൽ പോകാൻ നോക്കത്തുള്ളൂ. കാരണം ഒരു വർഷം കഴിഞ്ഞിട്ട് കോളേജിൽ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് ആ ഓട്ടിക്കുന്ന വണ്ടിയിൽ ഈ റെയിൻകോട്ടൊക്കെ, ഇതിപ്പം ഈ ഒരു വീഡിയോയുടെ ഭാഗമായതുകൊണ്ട് ഞാൻ ഇതായിട്ട് വെച്ചതാണ്. ഇത് ഞാൻ ഇത് വണ്ടിക്കകത്തേക്കും, കാരണം ഞാൻ മിക്കവാറും ബസ്സിലായിരിക്കും പോകാൻ ചാൻസ്. ഇനി അടുത്തത് പേനയാണ് ഗൈസ്. പേന, ഇത് 10 പേനയുണ്ട്. 10 രൂപയാണ്. പക്ഷേ കിട്ടിയത് എത്ര രൂപയാന്നല്ലേ? 10 പേനയ്ക്ക് കൂടെ 75 28 ആയിട്ടുള്ളൂ. ഇതൊക്കെ വാങ്ങിച്ച കട ഞാൻ ലാസ്റ്റ് പറയാം. സോ പേന ഇവിടെ ഇരിക്കട്ടെ, പേന പറഞ്ഞു പോകത്തില്ല. റെയിൻകോട്ട് ഇവിടെ ഇരിക്കാം. ഓക്കെ, സോ ഇനി അടുത്തതാണ് കോളേജിൽ നമ്മൾ എന്തിനാ പോകുന്നത്? വീഡിയോ എടുക്കുന്നത് എല്ലാ ആവശ്യവും. ഓക്കെ, അതല്ലാണ്ട് നമ്മുടെ പ്രൈമറി ഉദ്ദേശം എന്ന് പറയുന്നത് പഠിക്കുക. അപ്പം അതിനുവേണ്ടി നോട്ട് വാങ്ങിച്ചു. ഈ ഒരു ബുക്കിന്റെ ഫ്രണ്ട് കണ്ടപ്പോഴേ പലർക്കും മനസ്സിലായി കാണും ഇത് ഏത് ബുക്കിലാണ്. പ്രത്യേകിച്ച് ഇപ്പം അതായത് തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം ആ ഒരു കട അറിയായിരിക്കാം. ലാസ്റ്റ് ഞാൻ അത് വാങ്ങിച്ച കടയിൽ നിന്ന് പേര് പറയാം. സോ ഇതാണ് ബുക്ക്. ഇത് 6 എണ്ണം ഉണ്ട് കണ്ടോ, വരയിട്ട ബുക്കാണ് കണ്ടോ. 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഒരു ബുക്കിന് 45 രൂപ വെച്ചാണ് കിട്ടിയത്. അതായത് ഇതിലുള്ള MRP എന്ന് പറയുന്നത് 70 രൂപയാണ്.
പക്ഷെ എന്താ പറയാ, ഒരു ബുക്കിന് 70 രൂപ, പക്ഷെ ഇത് ഒരു ബുക്കിന് 45 രൂപ വെച്ചാണ് കിട്ടിയത്. സോ ദാറ്റ്സ് ഓൾ ഇൻസൈഡ് മൈ ബാഗ്. ബുക്ക് ഇവിടെ വെച്ചാലേ ടേബിള് തെന്നു. സോ സോ ഇതാണ്. സോ ഇതാണ് ഇതൊക്കെ വെച്ചിരുന്നാറ്. ഇവിടെ ഒരു ലാപ്ടോപ്പ് ഒക്കെ ഉള്ള ഇതുണ്ട്. അതുകൊണ്ട് ഇതാണ് എല്ലാവരും അത്യാവശ്യം നല്ല കുറച്ച് അത്യാവശ്യം വലുതാണ്. ഇതിൻ്റെതായ ഈ ബാഗിന് കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. ഇവിടെ വേണ്ട, ഇവിടെയും ഇവിടുത്തെ അറിയുണ്ട് കേട്ടോ. ഇവിടെ സൈഡില് കോളേജ് സൈഡിൽ വെള്ളം വെക്കാനുള്ളതും പിന്നെ വെള്ളമല്ല സാനിറ്റൈസറും പിന്നെ എന്തെങ്കിലും വെക്കാം. സോ ഇതൊക്കെയാണ് വാട്ട്സ് ഇൻസൈഡ് മൈ ബാഗ്. ആൻഡ് ഫൈനലായിട്ട് നമുക്ക് നമ്മളിപ്പോൾ ബാഗിൽ നിന്ന് പുറത്തെടുത്ത സാധനങ്ങൾ ഇവിടെ എന്റെ ക്യാമറയുടെ പരിസരത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അത് ഓരോന്നായിട്ട് പരിശോധിക്കും. ബാഗ് ഇവിടെ ഇരിക്കട്ടെ. സോ പൗച്ചാണ്. ഈ പൗച്ചിനകത്ത് ഈ പേന 10 ഉണ്ട്. ഒരു 2 ഇട്ടേക്കാം. പിന്നെ ഒരു പെൻസിലും ഒരു സ്കെയിലും ഒരു റബ്ബറും മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇത് പല കളർ പേനയുണ്ട്. ഇതില് ഓരോ 10 പേനയുണ്ട്. സെയിം കളർ 2 ഉണ്ട്. അപ്പം 5 ഡിഫറെന്റ് കളേഴ്സ് ആണ് ഉള്ളത്. അപ്പോ ഇതിലേതെങ്കിലും 2 എടുത്തേക്ക്. 2 ഡിഫറെന്റ് കളർ ആയിട്ടുള്ള എടുക്കും. ആൻഡ് നമുക്ക് നോക്കാം. ഓക്കെ. സോ അപ്പൊ ഇത് പേന, ഇത് പൗച്ച്. ഇത് ഷേപ്നർ പിന്ന് കടയിൽ പോയി വാങ്ങിച്ചതേ ഉള്ളൂ. ഇത് റെയിൻകോട്ട്. സോ റെയിൻകോട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഞാൻ ബുക്ക് പൊട്ടിച്ചിട്ടില്ല, ബുക്കിനി പോയി പൊട്ടിക്കണം. സോ ഇതൊക്കെയാണ് വാട്ട്സ് ഇൻസൈഡ് ഇൻ ബാഗ്. സോ ഞാൻ ഈ ബുക്കും ഈ പൗച്ചും ഈ പേനയും ഈ റെയിൻകോട്ട് എല്ലാം വാങ്ങിച്ചത് മാവേലി സ്റ്റോറിൽ നിന്നാണ്. അത് നമ്മള് സ്റ്റാച്യു, അതായത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ആയുർവേദ കോളേജിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ശാന്ത പെയിന്റ് ഹൗസ് ഉണ്ട്. അതിന്റെ സൈഡിൽ കൂടെ റോഡിൽ പോവാം. കുറച്ചങ്ങ് ഇറങ്ങുമ്പോഴത്തേക്കും മാവേലി സ്റ്റോർ മാർക്കറ്റ് വരും. അതായത് നമ്മള് തിരുവനന്തപുരം MP ശശി തരൂർ സാറിന്റെ ഓഫീസിന്റെ തൊട്ട് മുകളിൽ. ഓക്കെ. സോ അവിടെ അഫോർഡബിൾ ആയിട്ട് കിട്ടും. അപ്പം അവിടെ പൊതുവെ റീസൈക്കിൾ ബുക്കെല്ലാം കിട്ടും. പക്ഷെ ഞാൻ പോയ സമയത്ത് റീസൈക്കിൾ ബുക്ക് തീർന്നു. കാരണം ഞാൻ ഇപ്പൊ എടുക്കുന്നത് ജൂൺ അവസാനമാണ്, അതായത് ജൂൺ 30-ാം തീയതിയാണ്. അപ്പം മറ്റാകുമ്പോൾ മെയ് അവസാനം ആകുമ്പോഴത്തേക്കും അവിടെ റീസൈക്കിൾ ബുക്ക് വരും. ആൻഡ് സോ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിന്റെ പടമുള്ള ബുക്ക് വാങ്ങിച്ചത്. ഫസ്റ്റ് ഡേ ഇൻ കോളേജ് എന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.